ഉദ്യോഗാർത്ഥികളെ, ഈ മത്സര പരീക്ഷയിൽ പ്രത്യേകിച്ച് PSC എക്സാമിലെ 1.5 മണിക്കൂറാണ് ഒരാളുടെ ഭാഗതയം നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും ആ 1.5 മണിക്കൂറിലാണ് നമുക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൽ ഇംഗ്ലീഷ് മേഖല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ പലപ്പോഴും ചില ചോദ്യങ്ങൾ കാണുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഏതാണെന്ന്. അങ്ങനെ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള ചില വേർഡ്സുകളെ, ചില ട്രിക്കി വേർഡ്സുകളെ, ചില ടൈമിംഗ് വേർഡ്സുകളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. അങ്ങനെയുള്ള ചില ഫോമുകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷിലെ ഒരു സുപ്രധാനമായ ടോപ്പിക്കാണ് ടെൻസ്. ആ ടെൻസിൽ ഓരോ ടെൻസിനും ഇപ്പോൾ നമുക്ക് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ 3 വിഭാഗമുണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇങ്ങനെയുണ്ട്. പ്രസന്റിൽ 4 പിരിവുകളുണ്ട്. അങ്ങനെ ടോട്ടലി 3 ടെൻസും കൂടെ കൂട്ടി 12 അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ 12 പിരിവുകളുണ്ട്. അതിൽ ഓരോ പിരിവിനും ഓരോരോ ടൈമിംഗ് ട്രിക്കി വേർഡ്സ് ഉണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ട്രിക്കി വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന വേർഡ്സ് നോക്കേ. ജസ്റ്റ് നൗ, ഓൾറെഡി, നോട്ട് യെറ്റ്, റീസെന്റ്, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, ഫോർ, സോ ഫാർ. ഏതൊക്കെയാണ് നോക്കാം ആ ടൈം വേർഡ്സുകൾ എന്നുകൂടി. ഏതൊക്കെയാണ്? ജസ്റ്റ് നൗ, അതുപോലെയാണ് ഓൾറെഡി, നോട്ട് യെറ്റ്, റീസെന്റ്, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, ഫോർ ആൻഡ് സോ ഫാർ. ഇതിനല്ലാത്ത പദങ്ങളുണ്ട്, പക്ഷെ മേജർ ആയിട്ടുള്ള പദങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ വേർഡ്സുകൾ ഒരു വാചകത്തിൽ വന്നാൽ അല്ലെങ്കിൽ കണ്ടാൽ ഒരു 99% ആ വാക്യം പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. മറക്കില്ലല്ലോ. അപ്പൊ ഏതാണ് നമ്മൾ പറഞ്ഞത്? പ്രസന്റ് പെർഫെക്റ്റ്. ഏതൊക്കെ വരുമ്പോഴാണ്? ജസ്റ്റ് നൗ, പിന്നെ ഓൾറെഡി, നോട്ട് യെറ്റ്, റീസെന്റ്ലി, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ് ആൻഡ് ഫോർ. ഇത്രയും വേർഡ്സ് ഉണ്ടെങ്കിൽ പിന്നെ സോ ഫാർ. നോക്കാം, ഞാൻ എഴുതാം. നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് subject plus have or has plus V3. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ആക്റ്റീവ് വോയിസ് ഫോം. അവസാനം ഒരു ഫോമും കൂടിയുണ്ട്, ഒബ്ജക്റ്റ്. അപ്പോൾ ഓർക്കുക, സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ഏതിന്റെ പാറ്റേൺ ആണ്? പ്രസന്റ് പെർഫെക്റ്റ്. അതിന് ടൈം വേർഡ്സ് ഒക്കെയാണ് ജസ്റ്റ് നൗ, ഓൾറെഡി, നോട്ട് യെറ്റ്, റീസെന്റ്ലി, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, ഫോർ ആൻഡ് സോ ഫാർ. എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്? നോക്കൂ, ഗ്രാമറിന്റെ അഗാധ തലങ്ങളിലേക്ക് ഒന്നും പോണ്ട. പ്രസന്റ് പെർഫെക്റ്റ് 2 വേർഡ്സ് എടുക്കാം. നോക്കൂ, ആദ്യ വാക്ക് പ്രസന്റ്, രണ്ടാമത്തെ ടേം ഏതാണ്? പെർഫെക്റ്റ്. ഇതൊന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രസന്റ് എന്ന വാക്കിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, പ്രസന്റ് മീൻസ് നൗ. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് പ്രസന്റ് ആണ്, നിങ്ങൾ ഈ ക്ലാസ്സിൽ പ്രസന്റ് ആണ്. ഓക്കെ, അടുത്ത വാക്ക് ഏതാണ്? പെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട് പരിചയിച്ച സുപ്രധാനമായ ഒരു വേർഡാണ് പെർഫെക്റ്റ്. ഓക്കെ, എന്താണ് പെർഫെക്റ്റ്? പൂർണ്ണമാവുക, പൂർത്തീകരിക്കുക, കംപ്ലീറ്റ് ആവുക, ഫിനിഷ് ചെയ്യുക എന്നൊക്കെയാണ് പെർഫെക്റ്റിന്റെ മീനിങ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെ കൂട്ടി വായിക്കാം? പ്രസന്റ് മീൻസ് ഈ പറയുന്ന സമയത്ത് പെർഫെക്റ്റ് ആകുന്നു, കംപ്ലീറ്റ് ആകുന്നു. ഈ പറയുന്ന സമയത്ത് പെർഫെക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാച്ചിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് എന്തോ ഒരു കാര്യം പൂർത്തീകരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒന്നുകിൽ ഈ പറയുന്ന സമയത്ത്, ഒന്നുകിൽ ഈ പറയുന്ന ദിവസം, ഒന്നുകിൽ ഈ പറയുന്ന ആഴ്ച. അങ്ങനെ ഈ പറയുന്ന സമയത്ത് ഏതൊരു പ്രവൃത്തിയാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആരംഭിച്ചാൽ മതിയോ? പോരാ, കുറച്ച് മുൻപ് ആരംഭിക്കണം അല്ലേ? കുറച്ച് മുൻപെന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലമല്ലേ? ആ കഴിഞ്ഞു പോയ കാലമാണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക? പാസ്റ്റ് ടെൻസ് ഓർ പാസ്റ്റ് ടൈം. അപ്പൊ നമുക്കൊരു വാക്ക് കൂടി ആഡ് ചെയ്യാം. അതേതാണ്? പാസ്റ്റ്. അപ്പൊ എവിടെയാണ് ആക്ഷൻ ആരംഭിക്കുന്നത്? പാസ്റ്റിൽ. പാസ്റ്റിൽ ആരംഭിച്ചു വന്നു, ദാ ഇവിടെ അവസാനിച്ചു. ഇനി പെർഫെക്റ്റ്, ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ കഴിഞ്ഞു പോയ കാലത്ത് ആരംഭിച്ചൊരു പ്രവൃത്തി ഈ പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലുമാണ് പെർഫെക്റ്റ് ആകുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രസന്റ് പെർഫെക്റ്റ്.
സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ്. അതാണ് അതിന്റെ ആക്റ്റീവ് സ്ട്രക്ചർ. ഇനി ഏതൊക്കെയാണ് അതിലെ ക്ലൂ വേർഡ്സുകൾ? ജസ്റ്റ് നൗ, നോട്ട് എറ്റ്, ഓൾറെഡി, റീസൺലി, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, സോ ഫാർ. ഞാനൊരു എക്സാമ്പിൾ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. I have visited there. I have visited there. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അടുത്ത വാക്ക് ഇങ്ങനെ പറയാണ്, I have already visited there. കേട്ടോ, I have already visited there. ഞാനത് പൂർണ്ണമായിട്ടും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അങ്ങനെ അർത്ഥം കൂടിയാണ് അല്ലേ? അതുപോലെ ഞാൻ വേറൊരു വാക്ക് ഉപയോഗിച്ച് പറയാം. റീസൺലി ഐ ഹാവ് മെറ്റ് ഹിം. ഈ അടുത്ത കാലത്ത് അവനെ കണ്ടുമുട്ടി. ഈ അടുത്ത കാലത്ത് ഞാൻ അവനെ കണ്ടുമുട്ടി. ഈ പ്രസന്റ്ലിയും ലേറ്റ്ലിയും റീസൺലിയും ഒരേ മീനിങ് ആട്ടോ. ഈ അടുത്ത കാലത്ത് ഞാൻ അവനെ കണ്ടുമുട്ടി. ഐ ഹാവ് ഓൾറെഡി വിസിറ്റഡ് ദെയർ. ഞാൻ പൂർണ്ണമായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്, അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ നോട്ട് അറ്റ് എപ്പോഴും വരുന്നത് അതും പ്രസന്റ് പെർഫെക്റ്റിലാണ്. പറയാണ്, ഞാൻ ഇതുവരെയായിട്ടും ആ ജോലി ചെയ്തു തീർന്നില്ല, ഞാൻ ഇതുവരെയായിട്ട് ആ ടോപ്പിക്ക് പഠിച്ചു തീർന്നില്ല, അങ്ങനെ പറയത്തില്ല. അപ്പോഴാണ് ഉപയോഗിക്കുക. നോക്കൂ, ഐ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ഇതിനർത്ഥം ഐ ഹാവ് എ കംപ്ലീറ്റ് അർത്ഥം ഞാനത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നോട്ട് അറ്റ് ഉപയോഗിച്ചെന്ന് പറയും. ഐ ഹാവ് കംപ്ലീറ്റഡ് നോട്ട് എറ്റ് ഇറ്റ് എന്നും പറയാം. അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് എറ്റ് കംപ്ലീറ്റഡ് ഇറ്റ് എന്നും പറയാം. അതിനും കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പോയിന്റ് എന്താണ്? ഒരു വാചകത്തിൽ ജസ്റ്റ് നൗ, ഓൾറെഡി, നോട്ട് എറ്റ്, റീസൺലി, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, ഫോർ, സോ ഫാർ, ഇത്രയും വേർഡ്സ് വന്നാൽ അത് പ്രസന്റ് പെർഫെക്റ്റിന്റെ ക്ലൂ വേർഡ്സ് ആണ്. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നപ്പോഴാണ് കഴിഞ്ഞു പോയ കാലത്ത് ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും നമ്മൾ ചെയ്തു തീർക്കുന്നു, ഈ പറയുന്ന സമയത്ത് ചെയ്തു തീർക്കുന്നു, ഇനി അത് ചെയ്യുന്നില്ല. അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഗോട്ട് ഇറ്റ്? എന്നാൽ ഇതിന് മറ്റൊരു മീനിങ് കൂടിയുണ്ട്, അതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വൈപ്പ് ചെയ്തേക്കാം. നോക്കൂ, നമ്മൾ ഒരു മീനിങ് പറഞ്ഞു, മറ്റൊരു മീനിങ് പറയുന്നത് കഴിഞ്ഞു പോയ കാലത്ത് എന്നോ സംഭവിച്ച ഒരു പ്രവൃത്തിയാണ്, ഒരു ഇവന്റാണ്, പാസ്റ്റിലാണേ. പക്ഷെ ആ ഇവന്റ് ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്, നമ്മൾ ഇപ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമുക്ക് മറക്കാനാകാത്ത ചില സംഭവങ്ങൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. അത് പാസ്റ്റ് ടെൻസിൽ നടന്നതാണെങ്കിലും പക്ഷെ പറയുമ്പോൾ ആ പാസ്റ്റ് ടൈം പറയാൻ പാടില്ല. അത് കഴിഞ്ഞു പോയ ഏത് വർഷമാണെന്നോ, ഏത് മാസമാണെന്നോ, ഏത് ആഴ്ചയാണെന്നോ, ഏത് മൊമെന്റ് ആണെന്നോ പറയണ്ട. ഉദാഹരണത്തിന്, ഞാൻ 2010 ബാംഗ്ലൂർ സന്ദർശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇത് വർഷം പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ പറയുന്നു? ഞാൻ ബാംഗ്ലൂർ സന്ദർശിച്ചിട്ടുണ്ട്. നോക്കൂ, ഐ ഹാവ് വിസിറ്റഡ് ബാംഗ്ലൂർ. പക്ഷെ ഇവിടെ വർഷം ഉപയോഗിച്ചാൽ ഇത് തെറ്റ്. വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വർഷം ഉപയോഗിച്ചാൽ കഴിഞ്ഞു പോയ കാലത്ത് ഒരു ഇവന്റ് വർഷം ചേർത്ത് പറഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ്, വർഷം ചേർക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്, ഞാൻ ആഗ്രയിൽ പോയിട്ടുണ്ട്, ഞാനൊരു ഫിലിം സ്റ്റാറുമായി സംസാരിച്ചിട്ടുണ്ട്, ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കൊരു ജോലി ലഭിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ വർഷമൊന്നും പറയുന്നില്ല. അങ്ങനെ വർഷമോ ആഴ്ചകളോ ഒന്നും പറയാതെ, പാസ്റ്റ് ടൈം പറയാതെ ഒരു പാസ്റ്റ് ഇവന്റ് പറയാം. എവിടെ? പ്രസന്റ് പെർഫെക്റ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റുമായി ബന്ധപ്പെട്ട മീനിങ്. എക്സാമിന് ആദ്യത്തേതാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇനി പറയാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പറ്റിയാണ്. അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ശ്രദ്ധിച്ചോണേ. പ്രസന്റ് പെർഫെക്റ്റ്
കണ്ടിന്യൂസ്. ഞാൻ ഓരോ വേർഡും എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കണേ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പ്രസന്റ് മീൻസ് നൗ. പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യണം. ഈ പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് മുൻപ് ആരംഭിക്കണ്ടേ? അപ്പോൾ എവിടെ ആരംഭിച്ചത്? പാസ്റ്റ് ടൈമിലാണ് ആരംഭിച്ചത്. പാസ്റ്റിൽ ആരംഭിച്ച പ്രവൃത്തി ഇതാ വന്നു. ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്. കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പിന്നെയും അടുത്ത വാക്ക് ഏതാണ്? കണ്ടിന്യൂസ്. കണ്ടിന്യൂ എന്ന് വെച്ചാൽ തുടരുക എന്നാണ്, ഗോ ഓൺ എന്നാണ്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് പൂർത്തീകരിച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ്, പൂർത്തീകരിക്കുന്നില്ല പിന്നെയും കണ്ടിന്യൂ, പിന്നെയും മുന്നോട്ട് എന്ന് വെച്ചാൽ വരുന്ന കാലത്തിലേക്ക്. വരുന്ന കാലം എന്ന് പറയുന്നത് ഫ്യൂച്ചർ. അപ്പോൾ എവിടേക്കാണ് യാത്ര? ഫ്യൂച്ചറിലേക്കാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മീനിങ് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു പോയ കാലത്ത് ആരംഭിച്ച ഒരു പ്രവൃത്തി ഇപ്പോഴും നാം ചെയ്യുന്നുണ്ട്, ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് ധ്വനി തരുന്ന, ഉറപ്പ് തരുന്ന വാക്യങ്ങളെ, സെന്റൻസുകളെ നമുക്ക് എന്തിലേ പറയാൻ സാധ്യമാവുകയുള്ളൂ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സെന്റൻസ് ഓർഡർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് ടു പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് കിടന്നോട്ടെ. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ്. ഇതിന് പാസീവ് വോയിസ് ഇല്ല, പക്ഷെ പ്രസന്റ് പെർഫെക്റ്റിനുണ്ട്, അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസിനുണ്ട്, സിമ്പിൾ പ്രസന്റിനുണ്ട്. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും അതിനൊന്നും എന്തില്ല? പാസീവ് വോയിസ് ഇല്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും, വോയിസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ചില ടൈം വേർഡ്സുകൾ ആവശ്യമാണ്. കാര്യം 1.25 മണിക്കൂറിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ ഒരുപാട് ഗഹനമായി ചിന്തിക്കുവാനോ അവിടെ ഇരുന്ന് കൂടുതൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുകയേക്കാൾ ഉപരി ചില വേർഡുകൾ നമുക്ക് കിട്ടിയാൽ ചെയ്തുകൂടെ? ആ 1.25 മണിക്കൂറിൽ ചോദ്യകർത്താവ് നമ്മളെ തെറ്റിക്കാൻ നോക്കും. നമ്മൾ കുഴങ്ങരുത്. അതിനാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ ടൈം വേർഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിനകത്തെ ക്ലൂ വേർഡ്സ് ചോദിച്ചാൽ 2 വേർഡുകൾ എല്ലാവർക്കും അറിയാം. ഒന്ന് സിൻസ്, 2 ഫോർ. സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഫോർ എന്ന് പറഞ്ഞാൽ അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. എന്താണ് പോയിന്റ് ഓഫ് ടൈം? നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ഒരു പോയിന്റ് ഇട്ടേ, ഒരു പോയിന്റാണ്, അത് മാത്രമേ അവിടെ കാണൂ. പക്ഷെ ഒരുപാട് പോയിന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാം. അപ്പൊ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഡെഫിനിറ്റ് വൺ, ഒരേ ഒരു പോയിന്റ്. ആ പോയിന്റ് എങ്ങനെയൊക്കെ പറയാം? 1995 അതൊരു പോയിന്റാണ്. കഴിഞ്ഞ മാസം എന്നതൊരു പോയിന്റാണ്. ഇന്ന് 4 മണി എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ദിവസം, അതൊക്കെ പോയിന്റാണ് അല്ലേ? പക്ഷേ ദിവസങ്ങളോളം ദിവസങ്ങളോളം എണ്ണമാണത്, അതൊരു പീരീഡാണ്. ആഴ്ചകളോളം, ദിവസങ്ങളോളം, മണിക്കൂറുകളോളം, വർഷങ്ങളോളം, ഇതൊക്കെ പീരീഡാണ്. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ ഫോർ, പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ സിൻസ്. എക്സാമ്പിൾ, I have been teaching grammar for 10 years. അല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഗ്രാമർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് തുടങ്ങുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും തുടരും. ഈ ക്ലാസ് കാണാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചത് അല്ലേ? ഇപ്പോഴും പഠിക്കുന്നില്ലേ? ഇനിയും കുറച്ചുകൂടി തുടരും, അല്ലെങ്കിൽ തുടരുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു ജോലി ലഭിച്ചു, LD ക്ലർക്കായിട്ട് ജോലി ലഭിച്ചു, നിങ്ങൾ ആ ഓഫീസിൽ കുറേ കാലം തുടരും, വേറെ ഒരു ഓഫീസ് തുടരും. അപ്പോൾ LD ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് കുറച്ചു കാലം തുടരും, പിന്നെ അത് മാറും. ഒരു അധ്യാപകനായിട്ടാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ, ഇപ്പോൾ മലയാളം എന്ന ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ജോലി ലഭിച്ചാൽ, അല്ലെങ്കിൽ അധ്യാപികയായി ജോലി ലഭിച്ചാൽ, നിങ്ങളുടെ സ്കൂളുകൾ മാറി മറിഞ്ഞാലും നിങ്ങൾ മലയാളം പഠിപ്പിക്കുക തുടരുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കഴിഞ്ഞുപോയി 10 കൊല്ലമായി, 20 കൊല്ലമായി, 25 കൊല്ലമായി മലയാളം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ 2 പോയിന്റ് ഞാനിന്ന് പറഞ്ഞത്, ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ്, മറ്റൊന്ന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ക്ലൂ വേർഡ് സിൻസും ഫോറുമാണ്. പോയിന്റ് ഓഫ് ടൈം വരുന്നത് അപ്പോൾ സിൻസ് 1995,
സിൻസ് യെസ്റ്റർഡേ, സിൻസ് ദ ലാസ്റ്റ് വീക്ക്, സിൻസ് ദ ലാസ്റ്റ് മന്ത്, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അത് നിശ്ചയമായും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ഓർഡർ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ing. എന്നാൽ പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? അതിലുള്ള ക്ലോസും പറഞ്ഞു. അതിൽ ജസ്റ്റ് നൗ, നോട്ട് അറ്റ്, ഓൾറെഡി, റീസൺലി, പ്രസന്റ്ലി, ലേറ്റ്ലി, സിൻസ്, ഫോർ, അല്ലേ, സോ ഫാർ, ഇതൊക്കെ വരാം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പാടില്ലാത്തത് ഏത്? അത് പ്രസന്റ് പെർഫെക്റ്റിൽ പറയാം. അങ്ങനെ PSC എക്സാമിന് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ നല്ലതുപോലെ ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഇരുന്ന് പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. നമ്മുടെ ഒരു പഠനത്തോട് നമ്മുടെ ആഭിമുഖ്യം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതാവണം. അതിൽ നമ്മൾ എക്സ്ക്യൂസ് പറയാനേ പാടില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ ഫോർ യു.